നമസ്കാരം. ഈ കോഴിക്കോട് മരണപ്പെട്ടുള്ള ദീപക് എന്ന് പറഞ്ഞ ചേട്ടന്റെ മരണത്തിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച പെൺകുട്ടിയെ പോലെ തന്നെ ഉത്തരവാദിത്തം നമ്മുടെ കേരള പോലീസിനും ഇല്ലേ? നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. ഈ വീഡിയോ പ്രചരിക്കുന്നതിന് ഒരാഴ്ച മുമ്പിട്ടാണ് അഫ്സ കെറീജ് എന്ന് പറഞ്ഞ പെൺകുട്ടി മറ്റൊരാൾക്കെതിരെ ഇതുപോലൊരു വീഡിയോ ചിത്രീകരിച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ചത്. അന്ന് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഇതിനെതിരെ DGPക്ക് പരാതി നൽകിയതാണ്. അവർ പരാതി സ്വീകരിച്ച് അവിടെ ഫയലിൽ വെച്ചു. എന്നിട്ട് അവരെ ഒരു നടപടി എടുത്തില്ല. അന്ന് അവർ നടപടി എടുത്തിരുന്നെങ്കിൽ, ആ പെൺകുട്ടിക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ, ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ട്രെൻഡ് അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. ഇന്ന് ഈ ദീപക് എന്ന് പറയുന്ന ചേട്ടൻ ഇന്ന് നമുക്കൊപ്പം ജീവിച്ചിരിക്കേണ്ട ആളാണ്. പോലീസിലേക്ക് ഒരു പരാതി കിട്ടി, അത് അവർ സ്വീകരിച്ച് നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പരാതിക്കാരൻ മരണപ്പെടണമെന്നുള്ള നിർബന്ധമാണോ? ഇപ്പൊ ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ മരണപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതിലും വെറുതെ വിട്ടേനെ. ഈ കേസ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ലായിരുന്നു. ഇപ്പൊ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട് മാത്രമാണ് പോലീസ് ഇതിൽ കേസ് എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്റെ അഭിമാനത്തിന് യാതൊരു വിലയും ഇല്ല എന്നുള്ള അവസ്ഥയാണ്.